ചില സിനിമകൾ കാണുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾക്ക് ഒരു ബെറ്റർ സിനിമ അർഹിച്ചിരുന്നു എന്ന് തോന്നാറില്ലേ? സിനിമ ഭൂരിഭാഗം പേർക്കും വർക്ക് ആവാത്തത് കൊണ്ട് മാത്രം എത്തേണ്ടിയിരുന്ന പൊട്ടൻഷ്യലിൽ എത്താതെ പോയ കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള ഒരു പറ്റം കഥാപാത്രങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. രാജൻ സക്കറിയ ഫ്രം കസബ. ഉണ്ടാക്കി വെച്ച കോലാഹലം ഒന്നും ഞാൻ ഓർമ്മിപ്പിക്കേണ്ടല്ലോ അല്ലേ? സ്ത്രീവിരുദ്ധനായ ക്യാരക്ടർ എന്നൊക്കെ പരക്കെ വിമർശിക്കപ്പെട്ടുവെങ്കിലും മമ്മൂക്കയുടെ ഒരു ഫുൾ ഓൺ സ്റ്റൈലിഷ് അവതാരം തന്നെയായിരുന്നു രാജൻ സക്കറിയ. പുള്ളി മുമ്പ് ചെയ്തു വെച്ച പരുക്കൻ പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഭയങ്കര ഒരു സ്വാഗുള്ള രസികനായ ഒരാളായിരുന്നു രാജൻ സക്കറിയ. എന്നാൽ അങ്ങനെ ഒരു ക്യാരക്ടർ കൊണ്ട് പ്ലേസ് ചെയ്യപ്പെട്ടതാണെങ്കിലോ കണ്ടുമടുത്ത സ്ഥിരം ഫോർമാറ്റ് ഉള്ളൊരു പോലീസ് കഥയിലും ഉള്ള പരുവത്തിന് അഴിഞ്ഞാടിയെങ്കിലും സച്ചിൻ സെഞ്ചുറി അടിച്ചിട്ടും ഇന്ത്യ തോറ്റ അവസ്ഥയിലായി. പടത്തിലെ ഭവാനി ബാർ ഫൈറ്റ് സീനിലൊക്കെയുള്ള ഡയലോഗുകളിൽ രാജൻ സക്കറിയ മാരണമാസായിരുന്നു. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമുക്കെന്ത്. അയാളൊരു സ്പിൻ ഓഫ് അർഹിക്കുന്നുവെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് കമന്റിൽ പറയുക. ഒടിയൻ മാണിക്കൻ ഫ്രം തിൻകുറിശി. നിങ്ങളുടെ മനസ്സിൽ വന്നത് ആ ചെറുപ്പക്കാരൻ മാണിക്കനല്ലേ? അതിനെ പറ്റിയല്ല. പടത്തിൽ മാണിക്കന് ഒരു മുതിർന്ന അവതാരം കൂടി ഉണ്ടല്ലോ. വിഷമം പറഞ്ഞപ്പോ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കഞ്ഞി വേണമെന്ന് ചോദിക്കപ്പെട്ട ആ പാവം മാണിക്കൻ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. ബനാറസിലെ ബോട്ട് റെസ്ക്യൂ സീനും അതിൽ മാണിക്കന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതുമൊക്കെ വളരെ ഡീസന്റ് സീൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിലെ പിള്ളേരെ ഒടിവെക്കാൻ വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്ത് നീളൻ മുടി പിന്നിൽ കെട്ടിവെച്ച് വെല്ലുവിളിച്ച കൂട്ടത്തിൽ ഒരുത്തനെ ചൂണ്ടി നിനക്ക് വച്ചിട്ടുണ്ടെന്ന രീതിയിൽ സാംസിയമ്മന്റെ BGM-ൽ ഒരു നടപ്പുണ്ടല്ലോ. ആ ഒരൊറ്റ സീനെ ഞാൻ പറയുന്നുള്ളൂ. അതേ ലെവലിൽ ഫ്ലാഷ് ബാക്ക് ഒന്നും അധികം ഇല്ലാതെ കട്ടയ്ക്ക് കട്ട വില്ലനൊക്കെയുള്ള ഒടിവെപ്പെന്ന മിത്തിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു മാരണമാസ് മോഹൻലാൽ അഴിഞ്ഞാട്ടമായിരുന്നെങ്കിലോ ഒടിയൻ നൈസ് ആയിരിക്കില്ലേ? പക്ഷേ നമുക്ക് കിട്ടിയതാണെങ്കിലോ നെഞ്ചും വിരിച്ചിറങ്ങി വരാൻ പോയിട്ട് നെഞ്ച് കലങ്ങി ഇറങ്ങി വന്ന ഒരു ഐറ്റം. നിങ്ങൾക്ക് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരാം തിയേറ്ററിൽ നിന്ന് ഒടിയൻ കണ്ടിട്ട്. നിങ്ങൾ നിരാശപ്പെടുത്തില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. നിത്യാനന്ദ ഷേണായി പുത്തമ്പണം. ഉസാർക്ക് മുന്തിരിങ്ങ കുശാലിക്ക് നാരങ്ങ. കാസർഗോഡൻ ഭാഷാ ശൈലിയിൽ വന്ന മമ്മൂക്കയുടെ കിടിലൻ ക്യാരക്ടർ. സ്ലാങ് കൈകാര്യം ചെയ്യുന്നതിലൊക്കെ പണ്ടേ പുലിയാണ്. ആ ടൈപ്പ് കിടിലൻ പടങ്ങളുടെ ലിസ്റ്റിൽ വരേണ്ടിയിരുന്നൊരു പടം കിട്ടേണ്ട ക്യാരക്ടർ ആയിരുന്നു കുമ്പളക്കാരൻ നിത്യാനന്ദ ഷേണായി. നീ എന്ത് വിചാരിച്ചിനി? കുമ്പളക്കാരൻ നിത്യാനന്ദ ഷേണായി വെറും ബഗടനാന്ന. പടത്തിലെ പുള്ളിയുടെ ചിരങ്ങ നന്നായിരുന്നു. ഇടയ്ക്കൊരു തന്തേക്കാൾ മോശം ഒരു അഴുക്ക ചെറുക്കന്റെ കൂടെ സബ് ട്രാക്ക് പിടിച്ചു പോകുന്നത് വരെ പടം സൂപ്പർ ആയിരുന്നു. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. അവൻ സ്കൂളിൽ പോകുന്ന ഒരു സീൻ കാണിച്ച ഒരു ഇൻട്രോ ഉണ്ട്. എന്റെ പൊന്നോ, നമുക്കൊക്കെ സ്ഥിരം ഷൈൻ ചെയ്യാറുള്ള ഒരു സോണിൽ വരുന്ന പടം തന്നെയായിരുന്നു പുത്തമ്പണം. പുള്ളി ഇപ്പോഴും അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിത്യാനന്ദ ഷേണയുടെ കൂടെ നിന്ന് ഈ ഹൈപ്പർ ലിങ്ക് നരേറ്റീവ് ഒന്നുമില്ലാതെ, പ്രത്യേകിച്ച് ആ ചെറുക്കന്റെ പോലത്തെ സബ് ട്രാക്ക് ഒന്നും ഇല്ലാതെ ഉള്ളൊരു ക്ലീൻ എന്റർടൈനർ ആയിരുന്നു ഈ ക്യാരക്ടറിന് കിട്ടിയിരുന്നെങ്കിലോ. കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആവണം. മലൈക്കോട്ടെ വാലിബൻ. ഞാൻ തിയേറ്ററിനകത്തില്ലാതെ പുറത്തുനിന്ന് കാണാൻ വിചാരിക്കും. ലാൽ സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ ശരിക്കും തിയേറ്റർ കുലുങ്ങും. എന്താ ഇങ്ങനെ? ഈ സിനിമ ഇഷ്ടമുള്ളവരും ഒരുപാടുണ്ട്, ഇഷ്ടമില്ലാത്തവരും ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ കയറ്റിവെച്ച ഹൈപ്പ്, റിലീസിന്റെ തലേ ദിവസം വന്ന മാസ് പടത്തിൻ്റെതെന്ന് തോന്നിക്കുന്ന ടീസർ, ഒന്നും പോരാത്തതിന് ഫാൻ ഷോ. ആരെങ്കിലും പ്രതീക്ഷിക്കുമോ ഇതൊക്കെ ഒരു സ്ലോ പേസ് പടത്തിന്? ഈ സിനിമയുടെ പരാജയം പക്ഷേ മോഹൻലാൽ എന്ന നടന്റെ മികവിനെ മറച്ചു കളഞ്ഞു എന്ന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ വേല സീനിലും അത് കഴിഞ്ഞ് ഹരീഷ് പേരാടിയുമായിട്ടുള്ള ഒരു സിംഗിൾ ലെങ്തി ഷോട്ടിലുമൊക്കെ മലൈക്കോട്ടെ വാലിബനായി ലാലേട്ടൻ തകർക്കുകയായിരുന്നു. തീർച്ചയായും അഭ്യാസിയായ വിപ്ലവകാരിയായ കഥാപാത്രത്തിനെ സ്ക്രീനിൽ കൊണ്ടുവരാൻ ലാലേട്ടനല്ലാതെ നമുക്ക് വേറെ ആരും. പക്ഷേ ഹൈപ്പ് പ്രൊജക്റ്റ് ചെയ്ത ആ ഒരു തരത്തിലുള്ള പടമായിരുന്നു
മലൈക്കോട്ടെ വാലിബനെങ്കിലും എന്തായിരുന്നിരിക്കും ബോക്സ് ഓഫീസിന്റെ ഗതി. അങ്കമാലി ഡയറീസിന് ശേഷം മാസ് ഫോർമുലയിൽ ഇമോഷന് പ്രാധാന്യമുള്ള LJP ക്രാഫ്റ്റിലുള്ള ഒരു പടം നമ്മളും അതിലേറെ വാലിബൻ എന്ന കഥാപാത്രവും അർഹിച്ചിരുന്നു. രണ്ടാം ഭാഗമൊക്കെ വരുമോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഒരു അൾട്ടിമേറ്റ് മാസ് പടത്തിനുള്ള വിത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. മാർക്കോ യുടെ നായകൻ മിഖായേൽ, നല്ല സിനിമയും നല്ല എഴുത്തും നല്ല എക്സിക്യൂഷനും ഫ്ലെക്സിബിളായ ഒരു നിവിൻ പോളിയെയും ഒക്കെ അർഹിച്ചൊരു ക്യാരക്ടറാണ് മിഖായേൽ. ആശയപരമായി മിഖായേൽ അന്ന് ഇന്നും മാസാണ്, പക്ഷേ അത് ആശയത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി. ഒരേ സമയം ജീവൻ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഡോക്ടറും കുടുംബത്തിന് വേണ്ടി ജീവൻ എടുക്കേണ്ടി വരുന്ന മാസ് ഹീറോയും ആവേണ്ടി വരുന്ന നായകൻ എന്നതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഐഡിയ തന്നെയായിരുന്നു. ഏകദേശം ഇതിന് സമാനമായി മുമ്പ് വന്നിട്ടുള്ളത് നിർണയം സിനിമയിലെ ലാലേട്ടന്റെ റോയ് മാത്യൂസ് ആണ്. അതുമായിട്ട് താരതമ്യപ്പെടുത്തുകയൊന്നുമല്ല, പക്ഷേ ഒരു രണ്ടാം സ്ഥാനക്കാരനെങ്കിലും ആവാൻ മിഖായലിന് കഴിഞ്ഞാണ്. കൊല്ലാൻ വന്ന അസാസിനെ മിന്നൽ വേഗത്തിൽ മേശപ്പുറത്തേക്ക് ചാടിക്കയറി കൊല്ലുന്ന മിഖായലിന്റെ രംഗമൊക്കെ ഓൺ പേപ്പറിൽ കിട്ടില്ലാവാനേ ചാൻസ് ഉള്ളൂ. ഇതേ നിലവാരത്തിൽ തന്നെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന മാർക്കോയ്ക്ക് എന്നാൽ മികച്ചൊരു രണ്ടാം വരവ് കിട്ടി. പക്ഷേ മിഖായേൽ ഇന്നും ഒരു വേസ്റ്റഡ് പൊട്ടൻഷ്യലായി തുടരുന്നു. തീട്ടം പരിശോധിക്കാൻ വന്ന വയറ്റിലുള്ള തീട്ടത്തിന്റെ ബലത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോണേ. മോഹൻകുമാർ ഫ്രം മോഹൻകുമാർ ഫാൻസ്. സിദ്ദിഖ് അവതരിപ്പിച്ച മോഹൻകുമാർ എന്ന മുൻപ് സൂപ്പർ സ്റ്റാർ ആയിരുന്ന കഥാപാത്രം ഉറപ്പായും ഒരു മികച്ച സിനിമ അർഹിച്ചിരുന്നു. വളരെ ശരാശരിയിൽ ഒതുങ്ങിയൊരു തിരക്കഥയും സ്ഥിരം ജിസ്ജോയ് ഫോർമുലയും ഒക്കെ മടുപ്പിച്ചപ്പോൾ മനസ്സിൽ നിന്നത് ഈ ഒരു ക്യാരക്ടർ മാത്രമാണ്. പിന്നെ പാട്ടുകളും. ഒരുപക്ഷെ ശ്രദ്ധ മോഹൻകുമാറിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ചിലപ്പോ മറ്റൊരു റിസൾട്ട് ഉണ്ടായേനെ പടത്തിന്. ഇത് പടത്തിലെ ഒരേ സമയം ഫോക്കസ് പല പല സ്ഥലങ്ങളിലാണ്. ഇൻഡിപെൻഡന്റ് സിനിമയിൽ കൂടി തിരിച്ചു വരുന്ന ഒരു പഴയ സൂപ്പർ സ്റ്റാറും അദ്ദേഹത്തിന്റെ നാഷണൽ അവാർഡ് എന്ന സ്വപ്നവും അതിനിടയ്ക്ക് അദ്ദേഹത്തിന് വരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ പ്രോമിസിംഗ് ആയ ഒരു കഥാപശ്ചാത്തലം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഫലത്തിൽ വന്നപ്പോ മോഹൻകുമാർ എന്ന കഥാപാത്രം ഒഴികെ ബാക്കി എല്ലാം മടുപ്പിക്കുന്നതും കണ്ടു മടുത്തതുമൊക്കെയായി. എന്തുകൊണ്ട് മോഹൻകുമാർ എന്ന കഥാപാത്രം ഈ പടത്തിലെ നായകനായി ആലോചിക്കപ്പെട്ടില്ല എന്ന് പിടികിട്ടുന്നില്ല. സിദ്ദിഖ് എന്ന നടന്റെ വളരെ മികച്ചൊരു പ്രകടനം ഇതൊക്കെ കാരണം വേണ്ട ശ്രദ്ധ കിട്ടാതെ പോയി. ഭരതൻ ഫ്രം ഭരതൻ എഫക്ട്. മലയാളത്തിലെ എണ്ണം പറഞ്ഞ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ ഒന്നായ ഭരതൻ എഫക്ട് എന്ന സിനിമയെ പറ്റി നല്ലതും മോശവുമായി പല അഭിപ്രായങ്ങളും ഉണ്ടാവും. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പടമാണ് കേട്ടോ ഭരതൻ എഫക്ട്. ഭരതൻ എന്ന കഥാപാത്രമായി ബിജു മേനോന്റെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. ഇന്ധനമൊന്നുമില്ലാതെ ആന്റി ഗ്രാവിറ്റി ആശയം ഉപയോഗിച്ച് പറക്കുന്ന ഒരു ഫ്ലൈയിങ് മെഷീൻ കണ്ടുപിടിക്കുന്ന ആളാണ് ഭരതൻ എഫക്റ്റിലെ ഭരതൻ. സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. എന്നാൽ അന്നത്തെ മലയാള സിനിമയുടെ ടെക്നിക്കൽ പരിമിതികൾ കൊണ്ട് മാത്രം അർഹിക്കപ്പെട്ടൊരു വലിപ്പത്തിൽ ചെയ്യാൻ കഴിയാതെ പോയൊരു സിനിമയായി പോയി ഭരതൻ എഫക്ട്. ഒരുപക്ഷെ ഇപ്പോഴായിരുന്നു, അതായത് മലയാള സിനിമയുടെ ഈ മാറിയ കാലത്തായിരുന്നു ഇതുപോലൊരു സിനിമ വന്നിരുന്നതെങ്കിൽ ചിലപ്പോ മലയാള സിനിമയ്ക്ക് തന്നെ ഒരു നാഴികക്കല്ലായി മാറിയേനെ ഈ പടം. ബിജു മേനോൻ എന്ന നടന്റെ എക്കാലത്തെയും ഓർമ്മിക്കപ്പെടേണ്ടിയിരുന്ന ഒരു പെർഫോമൻസ് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് തുടരുന്നത് കൊണ്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കഥാപാത്രം കുറെ കൂടി വലിപ്പത്തിൽ വന്നൊരു സിനിമയിൽ വന്നിരുന്നെങ്കിൽ എന്ന്. അക്ബർ അലി ഫ്രം ഗാങ്സ്റ്റർ. ഗാങ്സ്റ്ററിന്റെ അത്രയും ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു മമ്മൂട്ടി ചിത്രം അതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രയും കൊട്ടിഘോഷിക്കപ്പെട്ടു വന്ന പടം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞുപോയി. ബാറ്റ്മാൻ യൂണിവേഴ്സ് കഥകൾ പോലെ സ്ലോ പേസ്ഡ് ഡാർക്ക് ഷെയ്ഡിൽ വന്ന കഥയോ കഥാപാത്രങ്ങളോ കൊള്ളേണ്ടടുത്ത് കൊണ്ടില്ല. പക്ഷെ മമ്മൂക്ക അവതരിപ്പിച്ച അക്ബർ അലി ഒരു ഗോഡ് ഫാദർ ലെവലിലുള്ള ആഴമേറിയ ഒരു സ്റ്റൈലിഷ് ഗാങ്സ്റ്റർ കഥാപാത്രം തന്നെയായിരുന്നു. മര്യാദയ്ക്ക് എഴുതപ്പെട്ട ഒരു തിരക്കഥയും ഒരു മികച്ച സിനിമയും അർഹിച്ചിരുന്നു അക്ബർ അലി. സ്ക്രിപ്റ്റ് പൂർത്തിയാക്കാതെ ഷൂട്ട് തുടങ്ങിയ പടമാണ് ഗാങ്സ്റ്റർ എന്ന് നിർമ്മാതാവ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. ഇത്രയും ഹൈപ്പ് ഉണ്ടായിരുന്ന പടം ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നി. നല്ല രീതിയിൽ വന്നിരുന്നെങ്കിൽ ബിലാലിനൊപ്പം അറിയപ്പെടേണ്ടിയിരുന്ന ഒരു കഥാപാത്രമായിരുന്നു അക്ബർ അലി ഖാൻ. അമാതിരി ലെവലിലുള്ള ഒരു കഥാപാത്രത്തിന് എഴുതി വായിൽ വെച്ച് കൊടുത്ത ഡയലോഗുകളാവട്ടെ, നിന്റെ മരണം നീ എന്ന് ഓർത്തിരിക്കണം, നിന്റെ മരണം നീ എന്നും ഓർത്തിരിക്കണം. എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. മാത്യു മാനുരാൻ ഫ്രം വില്ലൻ. ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലിടുന്ന ഭാര്യയുടെ അടുത്ത് നിന്ന് മുഖത്ത് പുഞ്ചിരിയോടെ കരയുന്ന മാത്യു മാനുരാന്റെ ആ ഒരു ചാർജിങ് ഷോട്ട് മാത്രം മതി ഈ സിനിമയെ പറ്റി ഒന്നും അറിയാത്ത ഒരു അന്യ സംസ്ഥാന മലയാള സിനിമാ പ്രേമിക്ക് കാണിച്ചു കൊടുത്തിട്ട് മുഴുവൻ സിനിമയും ഒന്ന് കണ്ടു നോക്കാൻ പറയുക. മറ്റൊരു മോഹൻലാൽ വിസ്മയം പ്രതീക്ഷിച്ചു പോകുന്ന അവർക്ക് മുഴുവൻ സിനിമ എന്തനുഭവം കൊടുത്തു എന്ന് ചോദിച്ചറിയുക. മോഹൻലാലിന്റെ ആ നായക കഥാപാത്രം എത്രയോ മികച്ചൊരു സിനിമ അർഹിച്ചിരുന്നു. നായക കഥാപാത്രത്തിന്റെ ആൾക്കാരെ ഇംപ്രസ് ചെയ്ത ആ ഒരു മീറ്റർ വെച്ചിട്ട്
വേറെ എന്തിലോ പോയി നിരാശയായി പോയി. പടത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് ഒട്ടും തന്നെ ത്രില്ല് ഉണ്ടാക്കുന്നൊന്നും ആയിരുന്നില്ല. ഒരു ഗ്രാൻഡ് മാസ്റ്റർ ലെവലിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ വരേണ്ടിയിരുന്ന ചിത്രം ബിലോ ആവറേജിൽ ഒതുങ്ങിപ്പോയി. പക്ഷേ ലാലേട്ടന്റെ ആ പെർഫോമൻസ്, നേരത്തെ പറഞ്ഞ ആ ചാർജിങ് ഷോട്ട് ഇപ്പോഴും മാഷപ്പ് വീഡിയോകളിലും റീലുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങേരെ കൊണ്ട് മാത്രം പറ്റുന്നതാണ്. എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. ടാർസൺ ആന്റണി ഫ്രം ഹീറോ. ചിരിക്കാൻ വരട്ടെ. നേരത്തെ മിഖായിലിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഒരു സ്റ്റൺ ഡബിൾ ഹീറോ ആവുന്ന കഥ ഇൻസ്പയറിംഗ് ആയിട്ടും പറയാം, മാസ് ആയിട്ടും പറയാം, ആണെങ്കിൽ രണ്ടും കൂടെ ചേർത്തും പറയാം, ഇല്ലെങ്കിൽ ഇതുപോലെ രണ്ടും അല്ലാതെയും പറയാം. നല്ല രീതിയിൽ എഴുതപ്പെട്ട ഒരു സ്ക്രിപ്റ്റും നല്ലൊരു സിനിമയും ടാർസൺ ആന്റണി എന്ന ആ കഥാപാത്രം അർഹിച്ചിരുന്നു. പടത്തിലെ ബൈക്ക് ജമ്പ് ഇതൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ കാണാൻ രസമാണ്. മലയാള സിനിമയിൽ ഇതിനു മുമ്പ് ഒരു സ്റ്റൺ ഡബിളിന്റെ കഥ പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതുകൊണ്ട് തന്നെ അത്രയും സാധ്യതകൾ ഉണ്ടായിരുന്നു ഈ സബ്ജക്റ്റിന്, അങ്ങനെ ഒരു കഥാപാത്രത്തെ കേന്ദ്രീകരിക്കുന്ന ഒരു സിനിമയ്ക്ക്. പക്ഷേ ഇവിടെ കൂടുതലും മെലോ ഡ്രാമയ്ക്കും ക്രൈമിനുമൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്. പിന്നെ ശകലം മേമ്പൊടിക്ക് ഇത്തിരി ക്രിഞ്ചും. മാസ്റ്റർ അവന്മാർക്ക് അയ്യപ്പ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണമല്ല, ആക്ഷൻ പറ. ഇതൊന്നും പോരാഞ്ഞിട്ട് 2.75 മണിക്കൂർ നീളം. സംവിധായകൻ ദീപന്റെയും പൃഥ്വിരാജിന്റെയും മുൻപത്തെ പടമായ പുതിയ മുഖത്തിലുണ്ടായിരുന്ന ആ ഒരു ഗ്രാജുവൽ പ്രോഗ്രഷൻ ഈ പടത്തിലില്ലായിരുന്നു. പുതിയ മുഖത്തിന്റെ അതേ കൈയടക്കത്തോടെ പറയപ്പെടേണ്ട ഒരു സിനിമ ശരിക്കും ടാർസൺ ആന്റണി അർഹിച്ചിരുന്നു. അന്ന് രാജുവേട്ടന്റെയും ജയറാമേട്ടന്റെയും കടുത്ത ആരാധകനായിരുന്ന ഞാൻ ഒരേ ദിവസം രണ്ടുപേരുടെയും സിനിമ ഇറങ്ങിയപ്പോൾ കൺഫ്യൂഷനിലായത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ ഹീറോ കാണാനാണ് കയറിയത്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അന്ന് FDFS ഹീറോ കണ്ട് അവിടെ നിന്നിറങ്ങി നേരെ തിരുവമ്പാടി തമ്പാന് പോയി കയറി കൊടുത്തു. ഹൊറിബിൾ ഡേ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പറഞ്ഞ പോലെ തിരുവമ്പാടി തമ്പാന് വേണേ നല്ലൊരു പടത്തിൽ കൊണ്ടുവരാവുന്ന അത്യാവശ്യം മാസങ്ങളുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അല്ലേ? കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആണ്. ബോസ് ഫ്രം ഷൈലോക്ക്. മലയാളത്തിൽ മുമ്പ് ഇതുവരെ വന്നിട്ടില്ലാത്ത തരം ഒരു കഥാപാത്രമായിരുന്നു ഷൈലോക്കിലെ ബോസ്. പ്രൊഡ്യൂസർമാർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഫൈനാൻഷ്യൽ. എന്റെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് തന്നെ എന്നോട് ഒരു അത്ഭുതം, ഇവനെങ്ങനെയാണോ ഇങ്ങനെയെന്നുള്ളൊരു. അതിൽ തന്നെ പടം എക്സ്പ്ലോർ ചെയ്യാവുന്നതിന്റെ പരമാവധി മാസും കോമഡിയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ സ്വാഗും മറ്റൊരുപാട് സിനിമകളുടെ റെഫറൻസും വ്യത്യസ്തമായ ഗെറ്റപ്പും എല്ലാം രസമായിരുന്നു. പക്ഷേ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി പറയുന്ന ആ ഒരു പോയിന്റ് തൊട്ട് ബൈ ബൈ ടാറ്റ ഒരു സാധാ റിവഞ്ച് സ്റ്റോറിയായി ഷൈലോക്ക് മാറുമെന്ന് ശരിക്കും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന മറ്റു പല കാര്യങ്ങളിലേക്ക് കഥ ഫോക്കസ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ബോസിന് അഴിഞ്ഞാടാനുള്ള സ്കോപ്പ് കുറെ കൂടി ഉണ്ടായിരുന്നെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത കഥകളാണ് സിനിമയിലെ ഫൈനാൻഷ്യർമാരെ പറ്റിയും അവരിൽ ഉൾപ്പെടുന്ന പണം ഇടപാടുകളെ പറ്റിയുമൊക്കെ. അപ്പോൾ അത്രയും പുതുമയുള്ള ഒരു നായക കഥാപാത്രം വന്നിട്ട് കഥയുടെ പോക്ക് ഒരു സാധാ തമിഴ് സ്റ്റൈൽ റിവഞ്ച് സ്റ്റോറി ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ നമ്മളെയൊക്കെ പോലെ 2 വാക്ക് സംസാരിച്ചാൽ അതിൽ 4 സിനിമ റെഫറൻസെങ്കിലും കയറി വരുന്ന മമ്മൂക്കയുടെ ക്യാരക്ടറും അത് പുള്ളി ചെയ്തു വെച്ച രീതിയും ഒക്കെ കിടുവായിരുന്നു. പക്ഷെ അതൊക്കെ ഫസ്റ്റ് ഹാഫോടെ ഒതുങ്ങിപ്പോയി എന്നതാണ് വിഷമം. ബോസിനെ അങ്ങനെ എടുത്ത് ഉദയനാട് താരം പോലൊരു സിനിമയ്ക്കുള്ളിലെ സിനിമാ പടത്തിൽ പ്ലേസ് ചെയ്താൽ രസമാകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബെറ്റർ സിനിമകൾ അർഹിച്ചിരുന്ന ചില ക്യാരക്ടേഴ്സ്. ഇനിയും ഇത്തരം ക്യാരക്ടറുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായി ഇടുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലാണ് ഞാൻ. അപ്പോൾ ഓക്കെ, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.